മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPRI ഒരു മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ വരുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇതിലേക്ക് ഇപ്പം ടെമ്പററി ബേസിസിൽ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്കാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. സോ 1 ഇയർ ആണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് 1 വർഷമാണെങ്കിൽ പോലും നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അവർ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പൊസിഷൻ തന്നെ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 30,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊസിഷൻ 1ലേക്കുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ME or MTech in power system with first class പവർ സിസ്റ്റത്തിൽ MA or MTech ഉണ്ടായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പവർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ പറയുന്ന ടൂളുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന ടൂളുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് പൊസിഷൻ 2 എന്ന് പറയുന്നത് MA or MTech in പവർ ഇലക്ട്രോണിക്സ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിസൈനിങ് ഓർ സിമുലേറ്റിംഗ്, അതുപോലെ ഫാബ്രിക്കേറ്റിംഗ് ഓർ ടെസ്റ്റിംഗ് ഓഫ് പവർ ഇലക്ട്രോണിക് സിസ്റ്റം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ MATLAB അതുപോലെ സൈംലിങ്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ ടൂളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി എങ്ങനെയാണ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു, ഇത് ടെമ്പററി പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ cpri.res.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റും കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റ് ത്രൂ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് കോപ്പീസ് വെച്ചിരിക്കണം. അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെയൊക്കെ കോപ്പീസ് വെച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളിത് അയക്കേണ്ട ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് റിസർച്ച് അസോസിയേറ്റ് PS ഡിവിഷൻ ടു ദ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPRI പോസ്റ്റ് ബോക്സ് നമ്പർ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും വെച്ച് വേണം നിങ്ങൾ അയക്കണേ. അപ്പോൾ ഇതിൻ്റെ അവസാന ഡേറ്റ് 20/5/2025 മുന്നേ ആണ് ഇത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ലിങ്ക് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 20/5/2025 മുന്നേ അവിടെ ചെല്ലുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഓഫ്ലൈൻ വഴി ആണ്, ടെമ്പററി പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്കാണ് റിസർച്ച് അസോസിയേറ്റ്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്യാനും ആഗ്രഹിക്കുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ വരാനായി. താങ്ക് യു.